കൗകുതി, എനിക്കൊന്നുമില്ല അക്കുച്ചേട്ടാ. മോളെ വേദനയുണ്ടോ? ചെറുതായിട്ട്. പെയിൻ കില്ലർ കൊടുത്തിട്ടുണ്ട്. ബാലമാമ അധികം സംസാരിപ്പിക്കണ്ട ഡോക്ടർ പറഞ്ഞു. എപ്പോ പോവാന്ന് വല്ലതും പറഞ്ഞോ? സ്കാനിംഗ് റിപ്പോർട്ട് വന്നാ അപ്പൊ തന്നെ പോവാം. എന്നാ ഞാൻ പോയി കുടിക്കാൻ എന്തെങ്കിലും വാങ്ങാം. വേണ്ട അക്കുച്ചേട്ടാ. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. മരുന്നുള്ളതല്ലേ, ക്ഷീണം കൂടും. മോനെ നീ പോയി വാങ്ങിട്ടു. അക്കുച്ചേട്ടാ വേണ്ട, ഇത്തിരി കഴിയട്ടെ, ഞാൻ പറയാം, എന്നിട്ട് മതി. എന്താ മോളെ ശരിക്കും സംഭവിച്ചത്? അയൺ ബോക്സിൽ നിന്ന് ഷോക്ക് അടിച്ചു. പിന്നെ ഒന്നും എനിക്ക് ഓർമ്മയില്ല ബാലമാമേ. ഞങ്ങളൊക്കെ പേടിച്ചു പോയി മോളെ. മോൾക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് ഡോക്ടർ പറയുന്നത് കേട്ടപ്പോഴാ സമാധാനമായി. ആ, വലിയ അത്യാഹിതങ്ങളൊന്നും സംഭവിച്ചില്ലല്ലോ. മഹാഭാഗ്യം. ഇനി ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങി വരാം. ഞാൻ ചാരുവിനെ കാണാൻ വന്നതാ. ഞാൻ കാണുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ ആകാശ്? മോനെ ഞാനും വരാം. നിന്റെ മാമൻ എന്നെ കണ്ടപ്പോ ചതുർത്ഥി പോലെയാണല്ലോ ഇറങ്ങിപ്പോയത്. നിന്റെ പ്രവൃത്തി സ്വഭാവം അതല്ലേ ശ്രേയ? എന്നങ്ങനെ ആക്കിയെടുത്തതല്ലേ, അതിൽ വലിയൊരു പങ്ക് നിനക്കുണ്ടല്ലോ. അതൊന്നും ശ്രേയ അക്കുച്ചേട്ടനെ ഒന്നിക്കാതിരിക്കാൻ മനഃപൂർവ്വം ചെയ്തതല്ല. അതറിഞ്ഞിട്ട് നീ വിധിയാണെന്ന് വിചാരിക്കാതെ പ്രതികാരത്തിന് ഇറങ്ങി. നീ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ, വിധി മാറ്റി എഴുതാൻ നിന്നെ കൊണ്ടാവുന്നു. എന്നിട്ടെന്തേ നീ അക്കുച്ചേട്ടന്റെ കാര്യത്തിൽ മാറ്റി എഴുതാതിരുന്നത്? അന്ന് എനിക്ക് ആകാശിന്റെ കാര്യത്തിൽ ആത്മവിശ്വാസം കൂടുതലായിരുന്നു. പക്ഷേ ഇനിയതുണ്ടാവില്ല. തോൽവികളിൽ നിന്നും ചതിയിൽ നിന്നൊക്കെ പഠിച്ചു ഞാൻ. അതൊക്കെ പോട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു ഷോക്ക്? ഞാൻ എങ്ങനെ അറിഞ്ഞെന്നായിരിക്കും. നിന്നെ അറിയിക്കാൻ അവിടെ ആളുകളുണ്ടല്ലോ. ശ്രേയ, ആ ആളുകൾ ഒരു കാര്യം കൂടി പറഞ്ഞു. നിനക്ക് ട്രാൻസ്ഫർ ആയെന്നോ ഈ കുട്ടനാട് വിട്ട് പോവാണെന്നോ ഒക്കെ.
അതുകൊണ്ട് കല്യാണം നീട്ടി വെക്കുമെന്നൊക്കെ പറയുന്നു. ഇനി നിന്റെ കല്യാണം നടക്കുവോ? എന്റെ കല്യാണം നടന്നിരിക്കും ചാരു. ഈ കാര്യത്തിലും ഇപ്പൊ പറഞ്ഞതുപോലെ ആത്മവിശ്വാസം കൂടുതലാണോ? ആത്മവിശ്വാസം കൂടുതൽ തന്നെയാ. പക്ഷേ സൂക്ഷിച്ച് കരുക്കൾ നീക്കുന്നത് കൊണ്ട് തോൽവി ഉണ്ടാവില്ല. പിന്നെ നീ പറഞ്ഞില്ലേ ഞാൻ കുട്ടനാട് വിട്ട് പോവാണെന്ന്. അങ്ങനെ ഞാൻ പോവാണെങ്കിലേ അതിന്റെ കാരണം എന്തായിരിക്കുമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നിന്റെ ബാലമാമൻ താലി എടുത്തു തന്ന് എന്റെ കല്യാണം നടന്നില്ലെങ്കിൽ മാത്രം. അപ്പൊ ഉറപ്പായിട്ടും ഈ നാട് വിട്ട് പോകേണ്ടി വരും ശ്രേയക്ക്. ഇല്ല ചാരു, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ എന്ന് വെച്ചാ നീ ഇപ്പൊ താമസിക്കുന്ന അതേ വീട്ടിൽ. ഈ കുട്ടനാട്ടിലേക്ക് പോസ്റ്റ് വാങ്ങി എന്റെ ഇഷ്ടത്തിന് വരാമെങ്കിൽ ഒരു ട്രാൻസ്ഫർ എനിക്കൊരു പ്രശ്നമേ അല്ല ചാരു. എന്റെ ട്രാൻസ്ഫർ ഓർഡറിൽ ഒപ്പുവെച്ചിരിക്കുന്ന അതേ അതോറിറ്റിയെ കൊണ്ട് തിരിച്ചു ഒപ്പുവെപ്പിക്കാനും എനിക്ക് പറ്റും. അത് നിന്റെ വിശ്വാസം. നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്ന് ഞാൻ പറയില്ല. കാരണം നിന്റെ ലക്ഷ്യം എന്റെ കുടുംബമാണല്ലോ. ഒന്ന് പറയാം, നീ എങ്ങനെയൊക്കെ തലകുത്തി മറിഞ്ഞാലും ഈ കല്യാണം നടക്കില്ല ശ്രേയ. അതിന്റെ സൂചനയാ ഇപ്പോഴത്തെ നിന്റെ ട്രാൻസ്ഫർ. എന്റെ പ്രാർത്ഥന കുറച്ച് വൈകിയാണെങ്കിലും ദൈവം കേട്ടു. അങ്ങനെ നിന്റെ പ്രാർത്ഥന മാത്രം കേൾക്കാനിരിക്കുമല്ലോ ദൈവം. ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കാന്ന് നമുക്കറിയില്ലല്ലോ ശ്രേയ. പിന്നെ എന്നോട് അധികം സംസാരിക്കണ്ടെന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. നീ ഒന്ന് വീണപ്പോ വന്ന് കാണണമെന്ന് തോന്നി. സ്നേഹം കൊണ്ടല്ല. ശത്രുക്കളുടെ വീഴ്ചയും വേദനയും കാണുന്നത് മനസ്സിനൊരു കുളിർമയാ. ആവശ്യത്തിന് കുളിർമ കിട്ടിയെങ്കിൽ പോയിക്കൂടെ? ശരി, തല സൂക്ഷിക്കണം. ടേക്ക് കെയർ ചാരു. അതെ, കുട്ടനാട് വിട്ട് പോവാന്നല്ലേ പറഞ്ഞേ? ശുഭയാത്ര, ഹാപ്പി ജേർണി.